KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കൂടെ ഈ ഒരു വിഷയത്തിൽ പ്രതികരണത്തിന് ചേരുന്നു. അലോഷ്യസ്, കേരള സർവകലാശാലയിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോഴിതാ MBA പരീക്ഷയുടെ ഉത്തരക്കടലാസുകളാണ് കാണാതായ സംഭവത്തിൽ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ വിചിത്രമായ ഒരു വാദവുമായി സർവകലാശാല തന്നെ എത്തിയിരിക്കുന്നത്. അധ്യാപകന്റെ കയ്യിൽ നിന്നും ഉത്തരക്കടലാസുകൾ കാണാനില്ല എന്ന് പറയുന്നു. അതും ഒരു അജ്ഞാതമായിട്ടുള്ള ഒരു സംഭവമാണ്. എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നത് ഇപ്പോഴും അറിയാൻ പറ്റുന്നില്ല. ഇപ്പോഴതാ അടിയന്തരമായിട്ടുള്ള ഈ യോഗം വിളിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് സർവകലാശാലയിൽ നടക്കുന്നത്? എങ്ങനെയാണ് KSU ഇതിനോട് പ്രതികരിക്കുന്നത്? നിലവിൽ കുത്തഴിഞ്ഞ സംവിധാനമാണ് കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള വിവിധ വിഷയങ്ങളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ വിഷയം കഴിഞ്ഞ ഒരു വർഷകാലം മുൻപ് നടന്ന പരീക്ഷ, അതിനുശേഷം നിരന്തരമായ തവണ വിദ്യാർത്ഥികൾ ഈ യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെടുകയും അവരുടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നതുമായി സംസാരിക്കുമ്പോൾ റിസൾട്ട് അധികം വൈകാതെ വരുമെന്നുള്ളൊരു മറുപടിയാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. യൂണിവേഴ്സിറ്റിക്ക് കൃത്യമായി അറിയാമായിരുന്നു ഈ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടു എന്നത് യൂണിവേഴ്സിറ്റിക്ക് വ്യക്തത ഉള്ള ഒരു കാര്യമായിരുന്നു. എന്നിട്ടും ഈ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇത്ര നാള് വൈകിപ്പിച്ചു. അങ്ങനെ കുറേയേറെ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഈ ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകൻ മാത്രമല്ല യൂണിവേഴ്സിറ്റിയും ഇതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്, പ്രതിസ്ഥാനത്ത് വരേണ്ടതാണ്. കാരണം ഇത്ര നാളായി വിദ്യാർത്ഥികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ട് ഈ വിഷയം അറിഞ്ഞിട്ട് അവർ ഗൗരവകരമായ ആ വിഷയത്തെ മറച്ചു വെച്ചു എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരവൽക്കരിച്ച് നമുക്ക് കാണാൻ സാധിക്കില്ല. അത് വളരെ ഗൗരവത്തോടുകൂടി KSU നോക്കിക്കാണുകയാണ്. ഈ വിഷയം ഇന്നലെ രാവിലെ തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഘട്ടത്തിൽ ചാൻസലർക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ഇതിൽ ഏറ്റവും അടിയന്തരമായി ഇതിൽ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്നതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഇവർ പാസ്ഔട്ടായി പോയി പല ഇടങ്ങളിലും ജോലിക്ക് പ്രവേശിച്ചിരിക്കുന്ന ആളുകളാണ്. അവർക്ക് വീണ്ടും വന്ന് പരീക്ഷ എഴുതുക എന്ന് പറയുമ്പോൾ പ്രായോഗികമല്ല. അല്ലാതെ എത്തരത്തിൽ വിദ്യാർത്ഥികളെ ഇതിൽ പാസ്സാക്കാം എന്നത് തരത്തിലേക്കുള്ള ഒരു കൂടിയാലോചന കൂടി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന ഒരു ആവശ്യം KSU മുന്നോട്ട് വയ്ക്കുകയാണ്. പക്ഷേ ആ ഒരു സമയത്തുള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പലരും വിദേശത്ത് പോയി ജോലിയിൽ പ്രവേശിച്ചവരുണ്ട്. ജോലി കിട്ടാത്ത ഈ ഒരു സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇനിയും ജോലി ലഭിക്കാത്തവരുണ്ട്. അത്തരത്തിൽ ഇനിയും അവർക്ക് വീണ്ടും പരീക്ഷ എഴുതുക എന്നത് എത്രത്തോളം സാധ്യമാകുന്ന ഒരു കാര്യമാണ് എന്നത് തന്നെയാണ് ഇനി പരിശോധിക്കേണ്ടത്, അല്ലേ? അത് തീർച്ചയായിട്ടും സ്വാഭാവികമായും അവർക്ക് വീണ്ടും പരീക്ഷ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം വിദ്യാർത്ഥികളുടേതായ കുറ്റം കൊണ്ടല്ല അവർക്ക് അവരുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടത്. അതിൽ യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി അധികാരികളും വേണ്ടപ്പെട്ട അധ്യാപകരും അതിൽ ഉത്തരവാദികളാണ്. അപ്പോൾ വീണ്ടും വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുക എന്ന് പറയുമ്പോൾ അവരോട് കാണിക്കുന്ന നീതികേടാണ്. അല്ലാതെ സ്വാഭാവികമായും എങ്ങനെ ഓൾ പാസ് കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അതിലേക്ക് അവർക്ക് അവരുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കും എന്ന തലത്തിലേക്ക് യൂണിവേഴ്സിറ്റി ഈ വിഷയത്തിൽ ഗൗരവകരമായി ഒരു ഇടപെടൽ നടത്തണമെന്നാണ് KSUവിന്റെ ആവശ്യം. ഈ പലരും ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയുടെ ഒരു മെയിൽ ലഭിച്ചതിന് ശേഷമാണ് പലരും ഈ ഒരു വിവരം അറിയുന്നത്. അതിനുശേഷം അവർ സർവകലാശാല പോലെ അന്വേഷിക്കുകയും അപ്പോഴാണ് വിചിത്രമായ മറുപടിയെല്ലാം അധ്യാപകരുടെ ഭാഗത്തു നിന്നും വരുന്നത്. ഫീസില്ലാതെ പരീക്ഷ എഴുതാമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എത്രത്തോളം ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നതാണെന്നാണ് നമുക്കിനി അറിയേണ്ടത്. ഇതിനൊക്കെ ഒരു കൃത്യമായ ഒരു മാറ്റം അടിമുടി വേണ്ടേ? തീർച്ചയായിട്ടും. കാരണം കുത്തഴിഞ്ഞ സംവിധാനമാണ് നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നതെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട എത്രയോ പ്രശ്നങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്നു. യൂണിവേഴ്സിറ്റി കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ വിഷയങ്ങളിൽ ഒന്നും നടത്തുന്നില്ല. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചിട്ട് പന്ത് കളിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി നിലവിൽ. അപ്പോൾ അതിൽ വലിയ പ്രതിഷേധം KSU സംസ്ഥാന കമ്മിറ്റി രേഖപ്പെടുത്തുന്നു. ഞങ്ങളത് ഏറ്റവും അടിയന്തരമായി ഈ വിഷയങ്ങളിൽ ഇത്തരം വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ വലിയ രീതിയിലേക്കുള്ള സമര പോരാട്ടങ്ങൾക്ക് KSU നേതൃത്വം കൊടുക്കും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി അലോഷ്യസ് സേവ്യർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.